ഹലോ നമസ്കാരം. എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം എൻ്റെ യാത്രകൾ ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് ഞങ്ങൾ എത്തിയിരിക്കുന്നത് കേരളത്തിലെ തൃശ്ശൂർ ജില്ലയിലെ വാഴാലിക്കാവ് എന്ന് പറയുന്ന ക്ഷേത്രത്തിലേക്കാണ് ഞങ്ങളിപ്പോൾ എത്തിയിരിക്കുന്നത്. അപ്പോൾ വാഴാലിക്കാവ് എന്ന് പറയുമ്പോൾ നമുക്ക് ഒരുവിധപ്പെട്ടവർക്കൊക്കെ അറിയാതിരിക്കും. കാരണം കുറേ സിനിമകൾ ഇവിടെ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരു സിനിമ ഷൂട്ടിംഗ് പ്ലേസും കൂടിയാണ് വാഴാലിക്കാവ് എന്ന് പറയുന്ന ക്ഷേത്രം. അപ്പോൾ അതിൻ്റെ പരിസരവും ക്ഷേത്ര പരിസരവും അതിൻ്റെ ചുറ്റുപാടും ഒക്കെ കാണിക്കുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ നമുക്ക് കൂടുതൽ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഞങ്ങൾ വണ്ടി കൊണ്ട് നിർത്തുന്ന സ്ഥലം എന്ന് പറയുന്നത് നമ്മൾ ചന്ദ്രോത്സവം മൂവിക്കകത്ത് നമ്മൾ ഈ സ്ഥലം പ്രത്യേകം എടുത്ത് കാണിക്കുന്നുണ്ട്. അതായത് ലാലേട്ടൻ്റെ നായികയെ മീരയെ മറ്റൊരാൾ വിവാഹം കഴിച്ചുകൊണ്ട് പോകുമ്പോൾ ഇവിടെ ഇരുന്നാണ് ശ്രീഹരി എന്ന കഥാപാത്രം ഇന്ദുലേഖയെ എത്രത്തോളം പ്രണയിച്ചിരുന്നു എന്നും ആ പ്രണയം നഷ്ടപ്പെട്ടു പോകുന്ന വേർപാടിനെ കുറിച്ച് ഇരുന്ന് സംസാരിക്കുന്ന ഒരു ഇമോഷണൽ ആയതും എന്നാ ഒരു പഞ്ചായിട്ടുള്ള ഡയലോഗ് അടിക്കുന്ന ഒരു സീൻ ഇവിടെ നിന്നാണ്. ലാസ്റ്റ് ഇവിടെ ഈ പാടത്ത് വെച്ചാണ് ഇങ്ങനെ കത്തിക്കുത്ത് ബഹളം നടക്കുന്നതും അങ്ങനെയുള്ള സീനൊക്കെ ഇവിടെ വെച്ചാണ് ഷൂട്ട് ചെയ്തേക്കുന്നത് കേട്ടോ. ഭയങ്കര മനോഹരമായൊരു സ്ഥലമാണ്. എനിക്ക് അത്രയും ഭംഗി തോന്നി കേട്ടോ ഇവിടെ വന്നപ്പം. ഞങ്ങൾ ചെന്ന ദിവസം നല്ല മഴയുള്ള ഒരു ദിവസമായിരുന്നു. ചെറിയ ചെറിയ രീതിയിൽ മഴ പെയ്യും. കുറച്ച് നേരത്തേക്ക് നമുക്ക് ഇങ്ങനെ ഇറങ്ങി നിൽക്കാൻ ഒക്കെ ആയിട്ട് പറ്റും. അപ്പോൾ അവിടെ നിന്ന് കുറച്ച് നേരം നിങ്ങൾ കാഴ്ചകളൊക്കെ കണ്ടതിന് ശേഷം ഞങ്ങൾ നേരെ വാഴാലിക്കാവ് ക്ഷേത്രത്തിൻ്റെ അടുത്തേക്ക് വന്നു. അപ്പോൾ അതിൻ്റെ മുന്നിൽ കാണുന്ന ഒരു ആൽമരമാണ് കേട്ടോ. ഇവിടെ നിന്നുള്ള വ്യൂ എന്ന് പറയുന്നത് സൂപ്പറാണ്. നിങ്ങൾ ഇതുവരെ പോകാത്തവരുണ്ടെങ്കിൽ ഇവിടെയൊക്കെ ഒന്ന് കാണുന്നത് ഏറ്റവും നല്ലതായിരിക്കും. അപ്പോൾ ക്ഷേത്രത്തെക്കുറിച്ച് കൂടുതൽ പറയാനാണെങ്കിൽ കേരളത്തിലെ തൃശ്ശൂർ ജില്ലയിലാണ് വാഴാലിക്കാവ് എന്ന ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ക്ഷേത്രത്തിന്റെ ചരിത്രത്തെക്കുറിച്ച് പറയുമ്പോൾ ദാരികൻ എന്ന അസുരനെ നിരാകരിക്കാൻ ഭഗവാൻ പരമശിവന്റെ കണ്ണിൽ നിന്നും ഭദ്രകാളി ഉയർന്നു വന്നതും തന്റെ ദൗത്യം നിറവേറ്റിയതിനു ശേഷം അവൾ ആൽമരങ്ങൾക്കിടയിൽ ഒരു വാഴ മരത്തിൽ വിശ്രമിച്ചു എന്നും പറയപ്പെടുന്നു. വാഴ എന്നാൽ ആൽ അഥവാ ആൽമരം എന്നിവയിൽ നിന്നും ഉരുത്തിരിഞ്ഞതാണ് വാഴാലിക്കാവ് എന്ന പേരിന്റെ ഉത്ഭവമെന്ന് പറയപ്പെടുന്നു. അപ്പം നമ്മൾ മറ്റ് ജില്ലക്കാരൊക്കെ ഇത് അറിയപ്പെടാൻ തുടങ്ങിയത് സിനിമ മൂവി ലൊക്കേഷൻ എന്നുള്ള രീതിയിലാണ് ഇതൊക്കെ അറിയപ്പെടാൻ തുടങ്ങിയത്. നമ്മൾ ചന്ദ്രോത്സവം മാത്രമല്ല പല സിനിമകളും ഇവിടെ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് ഏതൊക്കെ സിനിമകളാണെന്ന് ഞാൻ പറയാം. ഒട്ടനവധി സിനിമകൾ ഇവിടെ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ ഏതാനും സിനിമകൾ ഞാൻ പറയാം. സല്ലാപം, ആറാം തമ്പുരാൻ, ഗോദ, പോക്കിരി രാജ, ചന്ദ്രോത്സവം, നക്ഷതങ്ങൾ, ബാലേട്ടൻ, പഴവിൽ കാവടി, അങ്ങനെ കുറേ മൂവീസാണ് ഇവിടെ ഷൂട്ട് ചെയ്തിരിക്കുന്നത്. അപ്പം അങ്ങനെയുള്ളൊരു അടിപൊളി പ്ലേസിലാണ് ഞങ്ങളിപ്പോൾ വന്നിരിക്കുന്നത് കേട്ടോ. മഴ ഉള്ളതുകൊണ്ട് തന്നെ നല്ലൊരു അന്തരീക്ഷമായിരുന്നു ഞങ്ങൾക്ക് അവിടെ ചെന്നപ്പോൾ കാണാൻ പറ്റിയത്. അപ്പോൾ ഞങ്ങൾ ചെന്നപ്പോൾ കുറച്ച് ആൾക്കാർ വരുന്നു പോകുന്നു അങ്ങനെ ആയിരുന്നു. പക്ഷെ ഞങ്ങൾ ചെന്ന സമയം എന്ന് പറയുന്നത് ക്ഷേത്രം അടച്ചതിന് ശേഷമാണ്. കാരണം ഞങ്ങൾ വേറെ സ്ഥലങ്ങളിൽ പോയിട്ട് വന്നതുകൊണ്ട് തന്നെ ക്ഷേത്രത്തിൽ കയറാനുള്ള ടൈം കഴിഞ്ഞിരുന്നു. അതുകൊണ്ട് വെളിയിൽ നിന്നാണ് ഏതാനും കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തത്. അപ്പോൾ ക്ഷേത്രത്തിന് മുന്നിൽ കാണുന്ന പാടമാണ്, നടുക്കൊരു വലിയ ആൽമരമുണ്ട്. അതാണ് ആ പാടത്തിൻ്റെയും ആ അമ്പലത്തിൻ്റെയും ഭംഗി നിൽക്കുന്നത്. അപ്പം ഞങ്ങൾ ചെന്നപ്പോൾ ചെറിയ ചെറിയ ആട്ടുംകുട്ടികളൊക്കെ അവിടെ നിന്ന് ഇങ്ങനെ പുല്ല് മേയുന്നുണ്ടായിരുന്നു. അപ്പോൾ ചെറിയ വെള്ളമൊക്കെ ഉണ്ട് കേട്ടോ. അപ്പം അതിനകത്ത് ഇറങ്ങി നിന്നാണ് അവരിങ്ങനെ പുല്ല് മേയുന്നത്. അപ്പോൾ അതൊക്കെ കാണാനായിട്ട് ഒന്നുകൂടി ഭംഗി കൂടി കേട്ടോ. ആ പ്രകൃതിയുടെ ഭംഗി എടുത്തു നിൽക്കുന്നത് പോലെയാണ് എനിക്ക് തോന്നിയത്. ഇത് അവിടുത്തെ കളപ്പുരയായിട്ടാണ് എനിക്ക് തോന്നിയത്. അപ്പോൾ ഭാരതപ്പുഴയോട് തീരത്ത് ചേർന്ന് തന്നെയാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ അവിടെ നിന്ന് കഴിയുമ്പം നമുക്ക് പാടത്ത് നിന്ന് കഴിയുമ്പം ട്രെയിൻ പോകുന്നത് കാണാനായിട്ട് പറ്റും. എനിക്ക് തോന്നുന്നു ഉത്രാളിക്കാവ് ആ ഭാഗത്തുകൂടി പോകുന്ന ട്രെയിൻ പാളം ഈ വശത്തൂടെ പോകുന്നതാണെന്ന് തോന്നുന്നു. തൊട്ടടുത്ത് ഭാരതപ്പുഴയാണ് ഉള്ളത്. അപ്പോൾ ചില പടത്തിനകത്ത് ഞാൻ കണ്ടിട്ടുണ്ട് ഈ അമ്പലത്തിൻ്റെ ഫ്രണ്ടിൽ കൂടെ ട്രെയിൻ പോകുന്നതായിട്ട് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ അത്രയും നല്ലൊരു അടിപൊളി സ്പോട്ടാണ് കേട്ടോ. അപ്പോൾ വരാത്തവരുണ്ടെങ്കിൽ തീർച്ചയായും വന്ന് ഇവിടെയൊക്കെ കണ്ടിട്ട് പോകാൻ ശ്രമിക്കുക. കാരണം ഇത്രയും ഭംഗിയുള്ള സ്ഥലം നമ്മുടെ കേരളത്തിലുള്ളപ്പോൾ നമ്മളിതൊക്കെ കാണാതെ പോകുന്നത് മോശമല്ലേ. അപ്പോൾ ഭാരതപ്പുഴയുടെ അടുത്തോട്ട് പോവുകയാണ്. പക്ഷേ എനിക്ക് പകുതി വരെ പോകാൻ പറ്റുള്ളൂ. കാരണം അവിടെ ചെന്നപ്പോൾ പാതി വഴിക്ക് ബണ്ട് മുറിച്ചിട്ടേക്കാണ്. അപ്പോൾ അത് ചാടിക്കിടക്കാൻ എന്നെക്കൊണ്ട് പാടായതുകൊണ്ട് ഞാൻ അത് മുറിച്ച് കടന്നില്ല. ചേട്ടായി ചാടി കിടന്നു, പക്ഷേ ആളുടെ കാല് തെന്നുകയും ചെയ്ത്. അപ്പോൾ എനിക്കത് റിസ്ക് എടുക്കാൻ പാടായതുകൊണ്ട് ഞാൻ അങ്ങോട്ട് പോയില്ല. ചേട്ടാ അതിൻ്റെ അറ്റത്തൂടെയൊക്കെ പോയി അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് തിരിച്ചു വന്നു. ഈ പാടത്തിന് ഇത്രയും ഭംഗി വരാൻ കാരണം എനിക്ക് തോന്നിയിരിക്കുന്നത് ഈ ആൽമരമാണ്. കാരണം നടുക്ക് ഇങ്ങനെ ഒരു ആൽമരം വരെയും ചുറ്റോട് ചുറ്റും പാടവും ക്ഷേത്രവും അങ്ങനെയൊക്കെ വന്നപ്പം ഒരു ആംബിയൻസ് ഭയങ്കര ഭംഗിയായിട്ട് ഫീൽ ചെയ്ത്. ഞങ്ങൾ ചെന്ന കാലാവസ്ഥ എന്ന് പറയുന്നത് ഇപ്പം മഴ പെയ്യും എന്നുള്ള രീതിയിലായിരുന്നു. അതുകൊണ്ട് തന്നെ ചെറിയ കാറ്റും ചെറിയ മഴക്കോളും അങ്ങനെയൊക്കെ ആയിട്ട് നിന്നതുകൊണ്ട് തന്നെ പ്രകൃതിക്ക് പ്രത്യേക ഭംഗി കൂടിയ പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. അപ്പം ഞങ്ങൾ അവിടെ നിന്ന് കുറച്ച് റീല് ഫോട്ടോസ് അങ്ങനെ കുറേയൊക്കെ എടുത്തിട്ടാണ് പോകുന്നത്. അമ്പലത്തിനുള്ളിൽ കയറാൻ മാത്രം സാധിച്ചില്ല എന്ന് മാത്രമേ തോന്നിയുള്ളൂ. എങ്കിൽ കൂടി അവിടെ ചെന്നപ്പോൾ ഒരു പോസിറ്റീവ് വൈബാണ് തോന്നിയത്. അപ്പം ഞാൻ വീണ്ടും എടുത്ത് പറയുകയാണ്, തൃശ്ശൂർ ഭാഗത്തൂടി പോകുന്നവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വന്ന് ഈ ഒരു സ്പോട്ട് കണ്ടിട്ട് പോകാൻ ശ്രമിക്കുക. കാരണം അത്രയും മനോഹരമായൊരു സ്ഥലമാണ്.
അപ്പോൾ ഞങ്ങൾ കാഴ്ചകളൊക്കെ കണ്ട് തിരിച്ച് മടങ്ങാൻ നേരത്ത് നല്ലൊരു മഴ പെയ്ത്. അപ്പോൾ ഞങ്ങൾ ഇതേ കാറിലേക്ക് കയറാൻ പോവാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞങ്ങളുടെ ഇത്രയേ ഉള്ളായിരുന്നു, ഒരു ചെറിയ വ്ലോഗായിരുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോസായിട്ട് വീണ്ടും കാണാം. ബൈ.